ഹായ് ഹലോ, രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മൾ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നമ്മൾ മനുഷ്യര്. പല സന്ദർഭത്തിലും നമുക്ക് ആഗ്രഹം നടക്കാറില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെ കൈത്തലത്തിൽ ഒരു കാര്യം എഴുതിയാൽ ആഗ്രഹം 100% നടന്നു കിട്ടുന്നതാണ്. അത് എവിടെ എഴുതണം, എപ്പോൾ എഴുതണം, എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം, എങ്കിലാണ് അത് എങ്ങനെയാണെന്ന് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും എല്ലാവരും ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മളുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്ന മനുഷ്യരാണ്. പല സന്ദർഭത്തിലും നമുക്ക് ആഗ്രഹങ്ങളൊന്നും നടന്ന് കിട്ടാറുമില്ല. അതിനൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ കർമ്മഫലം എന്നേ പറയേണ്ടതുള്ളൂ. നമ്മുടെ കർമ്മഫലം കാരണമാണ് നമുക്ക് ആഗ്രഹം നടക്കാത്തത്. അപ്പൊ നമ്മളുടെ ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം വേദങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും പല വഴിപാടുകളായിട്ടും പൂജകളായിട്ടും ഒക്കെ ചെയ്യാൻ അതിൽ എഴുതിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മളെ ഗ്രന്ഥങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടാനും മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നമ്മൾ വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആഗ്രഹം നടക്കാത്തവരാണെങ്കിൽ അതിന് കർമ്മഫലം എന്നാ നമ്മൾ പറയുക. പക്ഷെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം വേണം മനസ്സിൽ. നമ്മൾ 100% വിശ്വസിച്ച് ചെയ്യുക. ചില ആളുകൾക്ക് അതാണ് പ്രശ്നം, സംശയം നമ്മളെ എവിടെ എത്തിക്കില്ല. കാരണം സംശയം മനസ്സിലൊരു കരട് കടന്നാൽ നമ്മളെ വിചാരിച്ച ഒരു കാര്യം നമുക്ക് സക്സസ് ആവില്ല. അപ്പൊ നമ്മൾ എന്തിനൊന്ന് മുതിരുമ്പോഴും സംശയത്തിന്റെ നിഴലേ പാടില്ല. സംശയം പാടെ തുടച്ച് നീക്കിയിട്ട് നമ്മളെ സാധിക്കും എന്ന് 100% വിശ്വസിച്ച് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്തൊന്ന് നോക്കൂട്ടോ. 100% നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നത് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ 100% അത് നടന്നതായി വിചാരിച്ചിട്ട് നമ്മളുടെ കൈത്തലത്തിൽ എഴുതാൻ പറ്റിയ ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ്. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം. പിന്നെ നമ്മൾ എന്ത് വേണമെന്നോ, എന്ത് നമ്മൾക്ക് നടന്നതായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് വേണം എഴുതാൻ. നടന്നതായിട്ട് വിചാരിച്ചിട്ട് ഈ സംഭവം നമ്മൾ എഴുതുക എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ രാത്രി കിടക്കണതിന്റെ തൊട്ട് മുന്നായിട്ട് നിങ്ങൾ ഈ കാര്യം എഴുതാം. അപ്പൊ നമുക്ക് ഉറക്കത്തിലൊക്കെ നമ്മൾ നടന്നതായിട്ടാണ് വിചാരിച്ച് കിടന്നാൽ രാവിലെ നമുക്ക് ആ കാര്യം നടന്നിട്ടുണ്ടാവും. അത്രയും പവർഫുൾ ആണ് കേട്ടോ ഈ ആഗ്രഹം നമ്മൾ എഴുതുമ്പോഴേ. പവർഫുൾ ആയിട്ടുള്ള സമയമാണ് നമ്മൾ കിടക്കണേന്റെ, നമ്മളെ ഓറൊക്കെ ക്ലീൻ ആവണ സമയമാണ് കിടക്കണേന്റെ തൊട്ട് മുന്നേ. അപ്പൊ അതെന്താണ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കർമ്മം ചെയ്യുന്നതിന് ഇന്ന ദേവനെ വിളിക്കുക, ഇന്ന ദേവിയെ വിളിക്കുക, അങ്ങനെ ഒരു ആചാരം അനുഷ്ഠാനം ഒന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല ഒരു ഇഷ്ടദേവൻ. ചിലവർക്ക് ശിവഭഗവാനായിരിക്കാം, ചിലവർക്ക് കൃഷ്ണനായിരിക്കാം, ചിലവർക്ക് വിഘ്നേശ്വരനായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഒരു ഇഷ്ടദേവനെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഒരു ഇഷ്ടദേവനെ നിങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കേണ്ടതുണ്ട്, അത് നടത്തി തരണേ ഭഗവാനെ എന്ന് തന്നെ പറയാം. എന്നിട്ട് വേണം നിങ്ങൾ നടന്നതായിട്ട് ആഗ്രഹിക്കാൻ കേട്ടോ. അപ്പോൾ ഭഗവാനെ വിളിച്ച് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് ഏകാഗ്രമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് നമ്മളൊന്ന് കാര്യം നടന്ന പോലെ വിഷ്വലൈസ് ചെയ്യുക. നമുക്കുണ്ടല്ലോ, ഇപ്പോ നിങ്ങൾക്ക് ചിലവർക്ക് ഒരു ജോലി കിട്ടാനായിരിക്കാം. അപ്പൊ ജോലി കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? സന്തോഷമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ കുറച്ച് പണത്തിന് അത്യാവശ്യം വന്നിട്ടുണ്ട്, ആ പണം നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും മനസ്സിൽ? അപ്പൊ പണത്തിനാണെങ്കിൽ അങ്ങനെ, ചിലവർക്ക് വീടിനായിരിക്കാം കേട്ടോ, ചിലവർക്ക് നല്ല ഉന്നതമായ മാർക്കിനായിരിക്കാം, പരീക്ഷയ്ക്കുള്ള സമയത്തൊക്കെ മാർക്ക് കിട്ടാനായിരിക്കാം. ഇതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം നടന്നതായിട്ട് കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഈ ആഗ്രഹം എഴുതാനായിട്ട്. നമ്മൾ ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 2 കൈ ഇങ്ങനെ നമ്മൾ പിടിച്ചതിന് ശേഷം 2 കൈയും കൂടി നന്നായി കൂട്ടി തിരുമ്മി ഈ ചൂട് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചണയ്ക്കണം. ഇങ്ങനെ നല്ല 3 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിക്കാനൊക്കെ ഇതിന് ഒരുപാട് നല്ലതാ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോ ചെല്ലണത് ഇല്ലേ, നമ്മളുടെ ഉള്ളനടിയിലാണ് ദേവിമാര്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം. അപ്പൊ നമ്മളുടെ ഉള്ളനടിയിൽ ദൈവങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഉള്ളനടിയിലാണ് നമ്മളെ ദേവിമാര്. ലക്ഷ്മി, സരസ്വതി, ഗൗരി
ഒക്കെ നമ്മളെ ഉള്ളനടിയിലാണ്. അതിനാണ് നമ്മളെ ഉള്ളം കൈ നമ്മൾ കൂട്ടി തിരുമ്മി കണ്ണിലേക്ക് ഒന്ന് വെക്കുന്നത്. ആ ചൂട് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് തരുന്നത്. രാവിലെ നിങ്ങളത് ചെയ്യണം കേട്ടോ. ഇത് ചെയ്യേണ്ടത് നമ്മൾ രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് 3 കളർ പെണ്ണെടുക്കാം കേട്ടോ. ഒന്നുകിൽ ചുവപ്പ് കളർ എടുക്കാം, അല്ലെങ്കിൽ പച്ച കളർ എടുക്കാം, അല്ലെങ്കിൽ നീല കളർ എടുക്കാം. ഈ 3-ൽ ഏതെങ്കിലും ഒരു കളർ. ഏറ്റവും ഉചിതം അതിൽ പച്ചയാണ്. പച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുവപ്പാണ്. പച്ച ഇല്ലാത്തവർ മാത്രം ചുവപ്പ് കൊണ്ട് എഴുതാം. ഈ പച്ചയും ചുവപ്പും ഇല്ലാത്തവർ നീല കൊണ്ട് എഴുതാം. യാതൊരു കാരണവശാലും നമ്മളെ കറുപ്പ് മഷി ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് നേരെ വിപരീത ഫലം തരും. കറുപ്പ് മഷി വിപരീത ഫലം തരും. നിങ്ങൾക്ക് ഈ ജന്മം ആഗ്രഹം നടക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പച്ച കൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് എനർജി തരുന്ന കളർ പച്ച തന്നെയാണ്. ഈ ആഗ്രഹങ്ങൾ എഴുതാനൊക്കെ നമ്മൾ ഈ പച്ച മഷി തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് ഏതുവിധ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ നല്ലതാണ്. ഈ പച്ചയ്ക്ക് തന്നെ ഒരു പവർഫുള്ളാണ് കേട്ടോ. നമ്മളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ പച്ച ഭയങ്കര പവർഫുള്ളാണ്. അനുഭവം കൊണ്ട് പറയുകയാണ് ഞാനിത്. അപ്പൊ നമ്മളിത് ഈ സംഭവം നിങ്ങൾ എവിടെ എഴുതണമെന്നുണ്ടാവും അല്ലെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഈ ചൂണ്ടുവിരലിന്റെയും ഈ നടുവിരലിന്റെയും ഈ മോതിര വിരലിന്റെയും ഈ അടിഭാഗത്ത് വേണം നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ഏറ്റവും ചെറിയ വാക്കിൽ എഴുതി വെക്കണം. ഇതിൽ കടം എന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഇങ്ങനത്തെ എന്നോ വാക്കുകൾ നിങ്ങൾ എഴുതാൻ പാടില്ല. എനിക്ക് ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ജോലി കിട്ടേണ്ട ഒരാൾ അതാണ് എഴുതേണ്ടത്. അത്രയേ കുറച്ചല്ലേ എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ചിലവർക്ക് ഒരു കാറ് വാങ്ങാനാവും. എനിക്ക് കാറ് വാങ്ങിയതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. ഇങ്ങനെ എഴുതാം. അതുപോലെ പണത്തിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് എത്ര രൂപ നിങ്ങൾക്ക് വെച്ചാൽ ആ സംഖ്യ ഇവിടെ എഴുതിയിട്ട് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നന്ദി നിങ്ങൾ മനസ്സ് പറഞ്ഞാൽ മതി. ഇവിടെ എഴുതാൻ സാധിച്ച 3 പ്രാവശ്യം നന്ദി എഴുതാൻ പറ്റും. അത്രയും നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സ്ഥലമുള്ളൂ. അതുകൊണ്ട് അത്രയും ചുരുക്കി നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചൂണ്ടുവിരല് വ്യാഴമണ്ഡലമാണ് അതിന്റെ അടിയിൽ കിടക്കുന്നത്. വ്യാഴമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും ഉചിതമാണ്. അപ്പൊ ഈ വ്യാഴമണ്ഡലത്തിന്റെ ഈ ഭാഗം നിങ്ങൾ തുടങ്ങാൻ ഇവിടുന്ന് തുടങ്ങാൻ കേട്ടോ. ഈ ചൂണ്ടുവിരലിന്റെ അടിയിൽ നിന്ന് തുടങ്ങാൻ എഴുതാൻ ആദ്യത്തെ അക്ഷരം ഇവിടുന്ന് തുടങ്ങണം. ഇത് ശനിമണ്ഡലാണ് നടുവിരലില് കണ്ടോ. ഇത് നമ്മളെ ശനിമണ്ഡലം. ഇവിടെ നമുക്ക് എഴുതാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ എഴുതാം. ഇനി ഇതാ നമ്മളെ മോതിര വിരല്, അത് സൂര്യമണ്ഡലം. അപ്പൊ നമ്മള് ഈ കുഞ്ഞു വിരലിലേക്ക് പോവരുത് എഴുത്ത് കണ്ടോ. ഈ 3 വിരലിന്റെയും കൂടി അടിഭാഗത്ത് ഒതുങ്ങി നിൽക്കണം. കുറച്ചുകൂടി താഴോട്ട് വേണമെങ്കിൽ എഴുതാം. ഇങ്ങോട്ട് എഴുതരുത്, ഇങ്ങോട്ടും എഴുതരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ പോലെ കൈയൊന്ന് ചൂടാക്കി നിങ്ങൾ കണ്ണിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്നതായി വിഷ്വലൈസ് ചെയ്തിട്ട് ഒരേ ഒരു പ്രാവശ്യം എഴുതാനേ ഇവിടെ സ്ഥലമുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി സമാധാനമായിട്ട് നടന്നതായി വിചാരിച്ച് രാത്രി കടന്നുറങ്ങിയിട്ട് രാവിലെ നിങ്ങളുടെ ഈ കയ്യിലെ എഴുത്ത് മായണ്ട. നിങ്ങൾ കഴുകി കളയൊന്നും വേണ്ട. രാവിലെ എണീറ്റിട്ട് ഒന്നും കൂടി കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് വീണ്ടും കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കാനുള്ള സാധ്യത 101% തെളിഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് ആഗ്രഹം പോസിറ്റീവായി തന്നെ നടക്കും മക്കളെ. നടന്നു തന്നെ നിങ്ങൾ കരുതണം. അങ്ങനെ നിങ്ങൾക്ക് ഇത് 48 ദിവസം ഒരു മണ്ഡലകാലം എഴുതാം എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ആഗ്രഹം ചിലപ്പോൾ നാളെ തന്നെ നടന്നു വരും. അപ്പൊ പിന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് വിട്ട് കളഞ്ഞിട്ട് വേറെ ആഗ്രഹം നിങ്ങൾക്ക് എഴുതി തുടങ്ങും. അല്ല നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കണില്ലെങ്കിൽ ചിലവർക്ക് 7 ദിവസമാവും, ചിലവർക്ക് 4 ദിവസമാവും, ചിലവർക്ക് 10 ദിവസമാവും, ചിലവർക്ക് ഒരു മണ്ഡലകാലം മുഴുവനായിട്ട് എഴുതുമ്പോഴേക്ക് ഇത് ആഗ്രഹം നടക്കും. അപ്പൊ നിങ്ങൾ 48 ദിവസം ഇത് തുടർന്ന് എഴുതേണ്ടി വരും. നടക്കാത്ത ഒരാൾക്ക്, നടന്ന ഒരാൾക്ക് അന്ന് മുതൽക്ക് വിടാം. പിന്നെ നിങ്ങൾക്ക് പുതിയ ആഗ്രഹങ്ങൾ എഴുതി തുടങ്ങാം. ഇവിടെ ആഗ്രഹം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ വേണം എഴുതാൻ. ഈ ചൂണ്ടുവിരലിന്റെ താഴെ മുതൽ മോതിരവിരൽ വരേക്ക് എഴുതാവൂ. ഇവിടെ കുട്ടിവിരലിന്റെ അവിടേക്കും ഈ വലിയ വിരലിന്റെ അവിടേക്കും നമ്മൾ ഒരിക്കലും എഴുതാൻ തുടങ്ങും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇവിടെയാണ് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ ഏറ്റവും ഉള്ളനടിയിൽ. നമ്മളുടെ ഉള്ളനടിയിലേക്ക് നോക്കണത് തന്നെ നമ്മൾ ദേവിമാരുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളനടിയിൽ ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ 101% നിങ്ങൾക്ക് നടന്നു കിട്ടും മക്കളെ. അപ്പോൾ ഇതെല്ലാവരും വിശ്വാസത്തോടു കൂടിയിട്ട് സംശയത്തിന്റെ ഒരു കണിക പോലും വെക്കാതെ വേണം നിങ്ങളിത് എഴുതാൻ. എന്നിട്ട് നിങ്ങൾ നടന്നു കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ പറയണം. അത് നടന്നു കിട്ടിയവർ മുഴുവനെ കമന്റിൽ എഴുതണുണ്ടോ. ഇതിന്റെ മുന്നേ എഴുതിയവരുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അമ്മ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് ആഗ്രഹം നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് പേര് എഴുതുന്നതാണല്ലോ ഇത്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതി നോക്കണം, വിശ്വാസത്തോടു കൂടി എഴുതി നോക്കണം. എല്ലാവർക്കും ആഗ്രഹം നടന്നു കിട്ടുക തന്നെ ചെയ്യും. സംശയം ആരും വയ്ക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ കൂടി ആ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്താൽ അമർന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.